എന്താ എന്താ പ്രശ്നം? കാര്യം ചോദിക്കുമ്പോ കണ്ണിറുക്കി കാണിക്കുന്നോടി. അയ്യടാ, കണ്ണിറുക്കി കാണിക്കാൻ പറ്റിയൊരു പീസ് അല്ല. നമ്മളേതാ സാറേ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് പെട്രോളിങ്ങിന് ഇറങ്ങിയ പൂങ്കൃത കാമനോ അതോ ഗന്ധർവനോ? ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് വരാൻ. അല്ല സാറേ, കുറച്ച് മര്യാദക്ക് കുറച്ച്. ഞാൻ ഈ സാറിന്റെ പേരൊന്ന് വായിച്ചോക്കട്ടെ. തോമസ് വാഴിക്ക. അയ്യേ, തോമസ് വാഴിക്ക. ഓ, തോമസ് വാഴിക്കാലി. അയ്യോ, സോറി ഐ ആം സോറി. പക്ഷേ എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ. ഓ യെസ്, കിട്ടി. അല്പം മൂത്തരച്ചിട്ടുണ്ടെങ്കിലും കല്യാണം കഴിച്ചത് ഈയിടെയാ, വെരി റീസെന്റ് അല്ലേ? അല്ല, ഞാൻ കണ്ടിരുന്നു കല്യാണ ഫോട്ടോ, പിന്നെ ചില ഗോസിപ്പുകളും. അല്ല മാവാ, ഞാനൊരു കാര്യം പറയട്ടെ. 25 ലക്ഷം രൂപയും 250 പവൻ സ്വർണവും ആഭരണങ്ങള് നമ്മളെ കോളങ്ങേരിയിലുള്ള മൂപ്പൊരു കോൺട്രാക്ടർ വിലക്ക് വാങ്ങിയതാണ് ഈ വാഴക്കാലിന്. തനിക്ക് നൊന്തോ? ഓ, തനിക്ക് എന്നെ ഇപ്പൊ ചവിട്ടണം. തന്റെ ഈ പൊന്തക്കാലില്ലേ, അത് അത്ര തരിക്കുന്നുണ്ടെങ്കിലേ, തന്റെ ഈ പൊന്തക്കാൽ അത്ര തരിക്കുന്നുണ്ടെങ്കിൽ തന്റെ വീട്ടിലുണ്ടല്ലോ ഒരുത്തി, അവളെ പോയി ചവിട്ട്. നെയ്ക്കുമ്പോഴേക്ക് കൈയും കാലും വെച്ച പോലെ ഒരു ചരക്ക്. എന്നിട്ടോ അവളോട് പറ, എന്താ അത്, തനിക്ക് അത് ചെയ്യാനുള്ള അധികാരമല്ലോ അല്ലേ? തനിക്കത് ചെയ്യാനുള്ള കൂമ്പുറപ്പുണ്ടോളൂ? ഉണ്ടാവില്ല. എങ്ങനെ അങ്ങനെ ചെയ്താ തന്റെ ഈ കാല് കൊത്തിയരിഞ്ഞ് കൊടംപുളി ഇട്ട് അത് കറിയും വെച്ച് അത് വിൽക്കാൻ കൊടുക്കും തന്റെ അമ്മായിപ്പൻ, അല്ലടോ മിസ്റ്റർ? ആൻസലിയും ഭയങ്കര തന്റേടിയാണെന്നുള്ളത് ലാൽ സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്ത് പറ്റിയാലും ആൻസലിയും ഇസ് ഓൾ സെറ്റ്. കാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല പോയി. അതൊന്നും തന്നെ ലാസ്റ്റ് ഒന്ന് വിട്ടു. എന്ത് പറ്റി? ഞാൻ ഇന്നലെയാണ് പഠിച്ചത്. അപ്പം എനിക്ക് പച്ചമലയാളം അങ്ങനെ തന്നെ പറയണമെന്നുണ്ടായിരുന്നു. ലൈക്ക് ഒരു ചാലഞ്ച് എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ സ്ലാങ് മാറുന്നുണ്ടോ എന്നുള്ള തലക്ക് പിടിച്ചു. അപ്പൊ പിന്നെ മറന്നു. വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫ്ലോസും കാര്യങ്ങളും കണ്ടുപിടിക്കാൻ ഞങ്ങളോട് ഇരിക്കണ്ടല്ലോ. അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളൂ. അത് ഞങ്ങളുടെ ജോലിയാണല്ലോ. നിങ്ങൾ പെർഫോം ചെയ്താൽ മതി. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യരുത്. നമ്മളെക്കുറിച്ച് കൂടുതൽ നമ്മൾ തന്നെ പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതിന് പറയുന്നത് ചെറിയ ഞാൻ എന്നുള്ളൊരു സാധനം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ആവശ്യമില്ല. അത് കളയണം. ശരി, ഒരു ആക്ടർ പെർഫോം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ സാധനം കളയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പെർഫോം ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പറ്റും. കട്ട് ചെയ്യേണ്ട ആളുകൾ കട്ട് ചെയ്തോളും. തെറ്റുമ്പോൾ അവർ കട്ട് ചെയ്തോളും. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോവാന്നുള്ളതാണ്. ആൻസലിമിന് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പെർഫോമൻസും ഒക്കെ കാണുമ്പോൾ നമുക്ക് അതുപോലെ അല്ലെങ്കിൽ അതിന്റെ ഭീത ചെയ്യണം എന്നുള്ള ശ്രമമാണ്. അതൊരു ക്രൈമൊന്നുമല്ല. മനസ്സിലായില്ലേ? നന്നായിട്ടാണ് തുടങ്ങിയത്. നല്ല രസമുണ്ടായിരുന്നു. പറഞ്ഞു തുടങ്ങിയത്, നീ എക്സ്പ്രസ് ചെയ്തത്, ആദ്യം ആ വാഴക്കാലിയുടെ നെയിം പ്ലേറ്റ് വായിച്ചത് ഒക്കെ ഉഗ്രനായിരുന്നു. ലാസ്റ്റ് എത്തിയപ്പോൾ എനിക്ക് തന്നെ ഞാനിങ്ങനെ ആയിപ്പോയി. കാരണം ആനിന് സംഭവിക്കില്ല എന്ന് ആണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം അല്ലേ? ഞാനത് മുമ്പേ തെളിയിച്ചിട്ടുള്ളതാണ്. ഇതില് ഈ ലാസ്റ്റ് ഡയലോഗ് മിസ് ചെയ്യുന്നത് വരെ പെർഫെക്റ്റ് തന്നെയായിരുന്നു. അത് ആ കോഴിക്കോടൻ സ്ലാങ് ഒന്ന് കേറി ഉടനെയാണ് പതറിപ്പോയത് അല്ലേ? സെയിം ആർട്ടിസ്റ്റ് അല്ലല്ലോ അത് ചെയ്യുന്നത്. നമ്മളുടെ ചെറിയ ഫ്രീഡങ്ങളൊക്കെ വരാം. ചാക്കോച്ച നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു ഈ സാരിയിൽ. അതാണ് ആദ്യം പറയേണ്ടത്. കാരണം അത് കയറി വന്നപ്പോൾ തന്നെ മഞ്ജു വാര്യർ ലുക്ക് ലൈക്ക് പോലത്തെ ഒരു സംഭവം ഫീൽ ചെയ്തു. പോകെ ഈ പറഞ്ഞ പോലെ ലാലു പറഞ്ഞ ഒരു ലാസ്റ്റ് ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ മാത്രമാണ്
ഭാഷയുടെ ഒരു പ്രശ്നമാണ് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ടസ്റ്റൻസിൽ കുറേ പേർക്ക് ഭാഷയുടെ ഒരു തടസ്സമില്ലായിരുന്നെങ്കിൽ ഈ കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്ന പോലെ ആയിപ്പോയെ. എന്നാലും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ലാലു പറഞ്ഞ പോലെ നമുക്കറിയാം എന്താണ് ആൻ സലീം, വാട്ട് യു ആർ കേപ്പബിൾ ഓഫ് ആൻഡ് വാട്ട് യു ആർ എന്നുള്ളത്. അപ്പോൾ കീപ് ഗോയിങ് ഗുഡ്, കീപ് ഗോയിങ് ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. സമൃദ്ധ. ഞാൻ എനിക്കൊന്നും പറയാനില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചാക്കച്ചൻ പറഞ്ഞ പോലെ സുന്ദരിയായിട്ടുണ്ട് സാരിയെ കൊടുത്തിട്ട്. ആ ഒരു കോൺഫിഡൻസിന്റെ കുറവ് എനിക്ക് ആദ്യം തൊട്ടേ ഫീൽ ചെയ്തു. അപ്പൊ തന്നെ ആനൊരു ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ശരിക്കും പോവോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ആൻ അവസാനം ആ ഒരു ഡൗൺ വന്നത്. അത് പ്രിപ്പറേഷന്റെ ഒരു കുറവ് കൊണ്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ദിസ്. I believe in hard work. Yeah, Anne can do it. Thank you so much. ശരിക്കും ഒരു ആക്ടർ ആവണമെങ്കിൽ ഇത്രയും ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു മൈൻഡ് ഉണ്ടാവണമെന്നുണ്ടോ? അല്ല, അതൊരു ആഡഡ് ഗിഫ്റ്റാണ്. അപ്പം നമ്മൾ എഡിറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം പ്രോംപ്റ്റിംഗ് ഉള്ള ഒരു ആക്ടർക്ക് ഒരു ഡയലോഗിൻ്റെ ഒരു ഷോർട്ട് ലെങ്ത് ഒരു 15 അടിയാണെന്നുണ്ടെങ്കിൽ പഠിച്ച് പറയുന്ന ആൾക്ക് അത്രയും ലെങ്ത് എടുക്കില്ല. അപ്പം നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സീനിൻ്റെ ഡ്യൂറേഷനൊക്കെ ഇത് ബാധിക്കും. അപ്പോൾ കാണാതെ പഠിക്കുന്നത് തന്നെയാണ് എല്ലാ കാലത്തും ഏറ്റവും ബെസ്റ്റ് തിങ്. കാണാപ്പാടം പഠിക്കണമെന്നില്ല. നമ്മൾ ഓരോ പോയിന്റ് എവിടെയാണ് എന്നുള്ള പോയിന്റ്സ് ഓർത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു ചില സൂത്രങ്ങളൊക്കെ ഉണ്ട്. അത് പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റില്ല, അത് തന്നെയാണ് നല്ലത്. പിന്നെ സിനിമയിൽ ഇത്രയും വലിയ ഡയലോഗ് ഒറ്റ ഷോട്ടിലൊന്നല്ല ചെയ്യുന്നത്, പല ഷോട്ടുകളുടെ. അപ്പൊ പീസും ഇതായിട്ട് പഠിച്ചാൽ മതി. ചാക്കോച്ച, ഞാനിപ്പോൾ സ്കിറ്റും പരിപാടികളും അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഇതൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് ഉണ്ടാക്കി ഡയലോഗ് കാണാപ്പാടം പഠിച്ച്, എന്നാലും നമുക്ക് ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചാക്കോച്ച ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു ഫുൾ ലെങ്ത് ഡയലോഗ് കാണാപ്പാടം പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറ്? എനിക്ക് പ്രോംപ്റ്റിങ് ഒരു രക്ഷയില്ലാത്ത പാർട്ടിയാണ്. പ്രോംപ്റ്റിങ് എനിക്ക് ചെയ്താൽ ഞാൻ തെറ്റിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ലാലു പറഞ്ഞ പോലെ ചെറിയ ചെറിയ സൂത്രപ്പണികളൊക്കെ ഉണ്ടാവും. നമ്മൾ അവരെ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ അതേപടി അച്ചടിച്ച പോലെ തന്നെ പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ ഒരു രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം, കഥയെ ബാധിക്കുന്നില്ലെങ്കിൽ. മെയിൻലി ഈ പ്രോംപ്റ്റിംഗ് ഞാനും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തൊരു സംഭവമാണ്. കാരണം പ്രോംപ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുകയാണ്, ഞാനൊരു ഡയലോഗ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് DDക്ക് പ്രോംപ്റ്റിംഗ് വേണമെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പറയും ആദ്യം. അപ്പം ഞാൻ ആദ്യം പെട്ടെന്ന് അതാണ് കേൾക്കുന്നത്. ആ പ്രോംപ്റ്റിങ്ങിന് അറിയാതെ നമ്മൾ ഒന്നും അറിയാതെ റിയാക്ട് ചെയ്തു പോകും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ DD ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, എതിരെ നിൽക്കുന്ന ആൾ, അതായത് ഞാൻ അതിന് ചിലപ്പോൾ ആദ്യം റിയാക്ട് ചെയ്യും. 2, ഈ ഡ്യൂറേഷൻ ഒരു ചെറിയ ലാഗ് വരും, ഡയലോഗ് കേട്ട് പറഞ്ഞ് അത് ഞാൻ കേൾക്കാൻ വേണ്ടി. ആ ഒരു ലാഗ് ചിലപ്പം ആ ഒരു ഫ്ലോയിനെ ബാധിക്കും. അപ്പം മാക്സിമം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആക്ടേഴ്സ് കംപ്ലീറ്റ് പ്രോംപ്റ്റിംഗ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പം അതൊരു വളരെയധികം നമ്മൾ എൻകറേജ് ചെയ്യും. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ പലയിടത്തും സ്പോട്ട് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ പഴയതുപോലെ പ്രോംപ്റ്റിംഗ് നടക്കില്ല. അതുകൊണ്ടാണ് അത്തരം സ്ഥലങ്ങളിൽ ഇപ്പൊ പഴയ കാല നടന്മാര് പലരും ചെല്ലുമ്പോൾ കുടുങ്ങിപ്പോവും. കാരണം അവർ പ്രോംപ്റ്റിംഗ് ശീലിച്ച ഒരു തലമുറയാണ്. അപ്പൊ എന്തായാലും കാണാതെ പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം മുമ്പൊന്നും സ്ക്രിപ്റ്റ് കിട്ടില്ല കേട്ടോ. നമ്മളുടെയൊക്കെ സ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് സാധനം ഉണ്ടാവുള്ളൂ. ബേസിക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. ആ ബേസിക് സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മാറ്റി എഴുതിയിട്ട് തരും. അത് പക്ഷെ നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നു അത്രയും പേടിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല. പക്ഷെ ചിലപ്പോൾ മാറ്റും. ചിലപ്പോൾ 2 വരി മാത്രം ഉണ്ടായിരുന്ന ഒരു ഡയലോഗ് ചിലപ്പോൾ 1 പേജ് ഡയലോഗായിട്ട് മാറും. ചിലപ്പോൾ 1 പേജ് ഡയലോഗ് ഉണ്ടായിരുന്നത് 2 വരിയായിട്ട് മാറും. അപ്പോൾ അത് സ്പോട്ടിൽ ചില ഡയലോഗ്സിലാണ് ഏറ്റവും അധികം മാറ്റം ഉണ്ടാവുക മലയാള സിനിമയിൽ. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള സീനൊക്കെ ആണെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവും, സ്പോട്ട് ഇംപ്രൂവൈസേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ടൈം എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ടൈമിനുള്ളിൽ ഇത് ഗ്രാസ്പ് ചെയ്യാൻ പഠിച്ചു വെക്കും. ലാൽ സാർ, നമ്മുടെ മഹാനടൻ ലാലേട്ടൻ ഒരു വർക്ക് ചെയ്തു ലാൽ സാർ ഈ അടുത്ത്. അപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശൈലി, ഡയലോഗ് പഠിക്കുന്നതിന്റെ ഒക്കെ ഒരു ശൈലി എങ്ങനെയാണ്? ഞാൻ ലാലേട്ടൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറേറ്റ്, അസോസിയേറ്റ് ഡയറക്ടറേറ്റ് ഒക്കെ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നും ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്
ഞങ്ങൾ സ്കാൻ ചെയ്യാന്നാ പറയാ, സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്യാന്നാ പറയാ. ഷോട്ട് എടുക്കുന്നതിന് മുമ്പ്, സീൻ തുടങ്ങുന്നതിന് മുമ്പ് എന്താ മോനെ സീൻ എന്ന് ചോദിക്കും. അപ്പൊ ആ സീൻ അസിസ്റ്റന്റ് ഡയറക്ടർ കൊണ്ട് കൊടുത്തത്. നേരെ ഷോട്ടില് സ്കാനിങ് മെഷീൻ എന്നാണ് പറയുന്നത്. അപ്പൊ ചിലപ്പോ ഒരുപാട് ഡയലോഗുകളൊക്കെ ഉള്ള സംഭവങ്ങളാണെങ്കിൽ പറയും ചിലപ്പോ ആ രണ്ടാമത്തെ സ്ഥലത്തെത്തുമ്പോ ഒന്ന് ടച്ച് ചെയ്തേക്കണേന്ന് പറയും. അപ്പൊ ആദ്യത്തെ വാക്ക് മാത്രം ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറെ ടെക്നിക്കുകളുണ്ട്. ഇപ്പൊ ഡയലോഗ് മമ്മൂക്ക ഇത് മൊത്തം നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് കൊടുക്കും. എന്നിട്ട് പ്രോംപ്റ്റിങ് വേണം നമുക്ക്, വായിച്ചോ എന്ന് പറയും. പക്ഷെ പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കുന്ന തന്നെ ഉണ്ടാവില്ല. പക്ഷെ അതൊരു ബേസിക് സപ്പോർട്ടായിട്ട് ആ സാധനം അങ്ങനെ കിടക്കും. നമ്മൾ അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഇങ്ങനെ പറയാന്ന് ഒരാൾ ഇങ്ങനെ സൈഡിൽ ഒരു മോഡുലേഷനോ ട്രെൻഡോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വായിക്കണ്ട. ഈ അരിയുടെയും പലവ്യഞ്ജനത്തിന്റെ ഒക്കെ ലിസ്റ്റ് വായിക്കണ മാതിരിയാണ് ഡയലോഗിന് വായിച്ചോണ്ടിരിക്കുക. എനിക്ക് വേണം ഈ ഉപബോധ മനസ്സിൽ ഇങ്ങനെ റിസീവ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ പറയുന്നത് അതിന് വിരുദ്ധമായ മോഡുലേഷനിൽ ഇവിടെ ഇങ്ങനെ സംസാരിച്ചു പോകും. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് പ്രോംപ്റ്റിങ് സമ്മതിക്കില്ല, പ്രോംപ്റ്റിങ് വേണ്ടെന്ന് പറയും. അപ്പൊ അവർ പ്രാക്ടീസ്ഡ് ആണ്, ഇതിനും അതിനും ഒക്കെ പ്രാക്ടീസ്ഡ് ആണ്. ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി എന്തോ ഒരു ടെക്നിക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ആൻസലിം നേരത്തെ സമൃദ്ധ പറഞ്ഞതുപോലെ ഒരു തെറ്റ് പറ്റുമ്പോഴാണ് ലാൽ സാറിന്റെ ഏറ്റവും കൂടുതൽ ടിപ്സ് ഇടുമ്പോ താങ്ക് യു സോ മച്ച് ആൻസലിം, നന്നായി ചെയ്ത ഇടയ്ക്കൊന്ന് തെറ്റിച്ചത് താങ്ക് യു. അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും ആൻസലിമിന് നല്ലൊരു കൈയ്യടി കൊടുക്കുക ഫോർ ദിസ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു.